നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ്ടും കാട്ടാന ആക്രമണം, യുവാവിന് ഗുരുതര പരിക്ക്. വയനാട് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട് സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വയനാട് കല്ലൂർ മാറോഡ് കോളനിയിലെ രാജുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. രാത്രി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റ രാജുവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമയിഴിഞ്ചാൻ അപകടം. തിരച്ചിലിനായി നാവികസേനയുടെ 7-അംഗ സംഘം തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴിഞ്ചാൻ തോടിൽ തൊഴിലാളിയായ ജോയി അകപ്പെട്ട സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ 7-അംഗ സംഘം തിരുവനന്തപുരത്തെത്തി. നേവി സംഘം റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. ജില്ലാ കളക്ടർ, മേയർ അടക്കമുള്ളവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുടർ നടപടി സ്വീകരിക്കും. 5 മുങ്ങൽ വിദഗ്ധരും 2 ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമാണ് എത്തിയത്. കടയുടമയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയതായി പരാതി. കോഴിക്കോട് മൂഴിയക്കലിൽ മൊബൈൽ ഷോപ്പ് ഉടമയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി ഭാര്യയുടെ പരാതി. പറമ്പിൽ ബസാർ സ്വദേശി അർഷാദിനെയാണ് കാണാതായത്. അർഷാദിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. അർഷാദിനെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പന്തളത്ത് KSRTC ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. പന്തളം കുരമ്പാലയിൽ KSRTC ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. തിരുവനന്തപുരത്തേക്ക് പോയ KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റും ഓട്ടോറിക്ഷയും തമ്മിലിടിച്ചാണ് അപകടമുണ്ടായത്. പന്തളം പൂഴിക്കാട് സ്വദേശി സജിയുടെ ഓട്ടോയുടെ പിന്നിൽ വന്ന് ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. ഇരുവാഹനങ്ങളും അതിവേഗതയിലായിരുന്നത് അപകടത്തിന്റെ ആക്കം കുറിച്ചു. കനത്ത മഴ. 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. മറ്റ് ജില്ലകളിൽ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല.